SFI പ്രവർത്തകർക്കെതിരെ മഹാരാജാസ് കോളേജിലുണ്ടായ ആക്രമണത്തിൽ KSU പ്രവർത്തകൻ അറസ്റ്റിൽ. KSU പ്രവർത്തകനായ ഇജ്ലാലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 3ാം വർഷ എൻവയോൺമെന്റ് കെമിസ്ട്രി വിദ്യാർത്ഥിയാണ് ഇജ്ലാൽ. വിവരങ്ങളുമായി ചേതൻ ചേരുകയാണ്. ചേതൻ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് പോലീസ് പോയിരിക്കുന്നു. KSU പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുന്നു. മഹാരാജാസ് കോളേജിൽ ഇന്നലെ ഉണ്ടായ SFI പ്രവർത്തകർക്കെതിരായ വധശ്രമത്തിൽ മാരകമായി പരിക്കേൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അബ്ദുൽ നാസറിനടക്കം യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകർക്ക് ഇപ്പോൾ ഒരു KSU പ്രവർത്തകൻ പിടിയിലായിരിക്കുന്നു. അതെ മനു, ഈ മഹാരാജാസ് കോളേജിൽ SFI പ്രവർത്തകർക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഈ കേസിലെ 8ാം പ്രതിയായ ഇജ്ലാലിനെയാണ്. KSU പ്രവർത്തകനാണ്. അതുപോലെ തന്നെ മഹാരാജാസ് കോളേജിലെ 3ാം വർഷ എൻവയോൺമെൻറ്റൽ സയൻസ് വിദ്യാർത്ഥി കൂടിയാണ്. ഇജ്ലാലിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ അറസ്റ്റ് തന്നെ ഉണ്ടാകും. പ്രതിപട്ടികയിൽ 16 പേരാണുള്ളത്. ഈ 14 പേരും ഫെറ്റേണിറ്റി മൂവ്മെൻറ്റ് പ്രവർത്തകരും അതുപോലെ തന്നെ KSU പ്രവർത്തകരുണ്ട്. ഈ കേസിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ 7ാം പ്രതിയായിട്ടുള്ള അമൽ ടോമി KSUയുടെ മണ്ഡലം സെക്രട്ടറിയാണ്. മറ്റ് ഫെറ്റേണിറ്റി മൂവ്മെൻറ്റ് പ്രവർത്തകരുണ്ട്. ഇരുവരും ഈ 2 സംഘടനയിലെ പ്രവർത്തകർ ചേർന്നാണ് SFI യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ നാസറിനെയും അതുപോലെ ഏരിയ കമ്മിറ്റി അംഗവുമായ അശ്വതിയും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി കലാലയത്തിനുള്ളിൽ വെച്ച് ആക്രമണം നടത്തിയത്. കുപ്പിച്ചില്ലും ആയുധങ്ങളുമായി വളരെ മാരകമായ ഒരു ആക്രമണമാണ് SFI പ്രവർത്തകർക്കെതിരെ ഫ്രട്ടേണിറ്റിയും അതുപോലെ KSU പ്രവർത്തകരും അഴിച്ചുവിട്ടത്. ഉടൻ തന്നെ ഈ അബ്ദുൽ നാസറിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ഇതിനുശേഷം അദ്ദേഹത്തിന് കൂടുതൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു ശസ്ത്രക്രിയ. അബ്ദുൽ നാസറിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരുന്നതായിട്ട് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ വിഷയത്തിൽ ഏതായാലും 9 വകുപ്പുകളാണ്, 9 അന്യായമായ സംഘം ചേരൽ അതുപോലെ തന്നെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ എറണാകുളം സെൻട്രൽ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിലാണ് ഇന്ന് കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുക. മനു, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ചേതൻ. അതായത് നോക്കൂ, ഇവിടെ SFI പ്രവർത്തകർക്ക് നേരെ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകരാണ്. KSUവിൻ്റെയും ഫ്രറ്റേണിറ്റിയുടെയും പ്രവർത്തകർ ഒരുമിച്ചെത്തിയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഈ KSU എങ്ങനെ ഫ്രറ്റേണിറ്റിയുടെ ഒക്കെ കൂടെ പോയി ചേരുന്നു എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുന്നത്. കാരണം ഫ്രറ്റേണിറ്റി നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. അതിലേക്ക് വന്ന് കയറിയിരിക്കുന്നത് ഈ പഴയ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ എല്ലാം ആളുകളാണ് അതിലേക്ക് വന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ എങ്ങനെ KSU പോയി ചേരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. എപ്പോഴും മഹാരാജാസ് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ SFIയുടെ വലിയ ആധിപത്യമുള്ള ഇടമാണ്, മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയാണല്ലോ മാധ്യമങ്ങൾ വലിയ തോതിൽ എഴുതി വയ്ക്കാറുള്ളത്. നോക്കൂ, അവിടെയാണൊരു SFI പ്രവർത്തകൻ കുത്തുകൊണ്ട് വീണ് കിടക്കുന്നത്. ഒരു പ്രവർത്തകയ്ക്ക് കുപ്പിച്ചില്ലുകൊണ്ടടക്കം കുത്തേറ്റ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ മാധ്യമങ്ങൾ മൂടിവെക്കുന്ന ഒരുപാട് സത്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതേ മനു പറഞ്ഞതാണ് അതിൻ്റെ വസ്തുത. അതായത് ഈ KSU പ്രവർത്തകർ ഈ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംഘടനയുമായിട്ട് ഈ ഒരു സഖ്യം ഉണ്ടാക്കിയതാണ് ഇതിലെ ഏറ്റവും വലിയ അതിശയം. അതുപോലെ തന്നെ നമുക്ക് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യവും, ഈ SFIക്കെതിരെ ആരെ കൂട്ടുപിടിച്ചാണെങ്കിലും SFIയെ തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ KSU ഉള്ളത്. അതായത് സംസ്ഥാന തലത്തിൽ കാണുന്ന അതിൻ്റെ ഒരു മിനി വേർഷൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ മഹാരാജാസ് കോളേജിലും കണ്ടിരിക്കുന്നത്. അതായത് SFIയെ തോൽപ്പിക്കാൻ ആരുടെ കൂടെ ചേർന്നിട്ടായാലും SFIയെ തോൽക്കുക, ഇത് മുൻനിർത്തിയാണ് ഇപ്പോൾ ദൗർഭാഗ്യവശ KSU പ്രവർത്തിക്കുന്നത്. ഒരു മതേതര സംഘടന എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അവരുടെ ചെയ്തികളിൽ അതൊന്നും കാണുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ഏതായാലും ഈ വിഷയത്തിൽ കണ്ടാലറിയാവുന്ന 15ഓളം പേർ കേസെടുത്തിട്ടുണ്ട്. എല്ലാവരും എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. 9 വധശ്രമം അടക്കം 9 വകുപ്പുകളാണ് ചുമത്തിയത്. നമുക്കറിയാം ഈ മഹാരാജാസ് കോളേജിൽ ചോര വീഴുന്നത് ഇത് ആദ്യമായിട്ടല്ല. അഭിമന്യുയുടെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഈ വേണ്ട വിധത്തിൽ ഈ അബ്ദുൽ നാസറിനെ പ്രതിരോധിക്കാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന കാര്യം കൂടി നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ അറസ്റ്റിലേക്ക് ഇന്ന് പോലീസ് കടന്നേക്കും എന്നാണ് നമുക്ക് കിട്ടിയ സൂചന. മനു, ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. മഹാരാജാസിൽ SFI പ്രവർത്തകർക്കെതിരായ വധശ്രമത്തിൽ ഇപ്പോൾ KSU പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുന്നു. KSU പ്രവർത്തകനായ ഇജിൻലാലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ എൻവയോൺമെന്റൽ കെമിസ്ട്രി വിദ്യാർത്ഥിയാണ് ഈ പറയുന്ന അറസ്റ്റിലായ ഇജിൻലാൽ. വിവരങ്ങളാണ് ചേതൻ നൽകിയത്.